കേന്ദ്ര പദ്ധതി അട്ടിമറിക്കാൻ നീക്കവുമായി തൃശൂർ കോർപ്പറേഷൻ. പദ്ധതി ഉദ്ഘാടനത്തിൽ കേന്ദ്രമന്ത്രിയെ വിളിക്കാതെ തൃശൂർ കോർപ്പറേഷൻ. RDSS പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്നാണ് സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രിയെ ഒഴിവാക്കിയത്. 135 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. കോർപ്പറേഷൻ നിലപാടിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, തൃശൂർ ജില്ലയിൽ വലിയ ഒരു കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്നു. അവിടെ സ്ഥലത്തെ MP കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പങ്കെടുപ്പിക്കാതെയുള്ള ഈ ചടങ്ങിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ സാനു കെ സജീവ്. വിനോദ്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തൃശ്ശൂരിൽ നടന്നു വരുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പല പരിപാടികളും, അതായത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിലെ ഉദ്ഘാടന വേളയിലാണ് കേന്ദ്രമന്ത്രിയെ ഒഴിവാക്കുന്നത്. ഇതിന് മുൻപ് ആകാശപാതയുടെ തൃശ്ശൂരിന്റെ അഭിമാന പദ്ധതി കൂടിയായിരുന്ന ആകാശപാതയുടെ ഉദ്ഘാടന വേളയിലും സമാന നിലയിൽ തന്നെ കോർപ്പറേഷൻ കേന്ദ്രമന്ത്രി മൊപ്പസ്ഥയിലെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിനെ ഒഴിവാക്കിയിരുന്നു. അതിന്റെ തനിയാവർത്തനം തന്നെയാണ് വീണ്ടും ഇവിടെ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. RDSS പദ്ധതിയുടെ ഭാഗമായി 135 കോടി രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് തൃശൂർ കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്. മന്ത്രി MP രാജേഷാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടിയിൽ നിന്ന് മനഃപൂർവ്വം MP-നെ ഒഴിവാക്കി എന്നാണ് BJP ആരോപിക്കുന്നത്. അതായത് സാധാരണ നിലയിൽ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പരിപാടികളിലും മന്ത്രി K രാജൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ തലേ ദിവസം മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ട് ഉദ്ഘാടനം സംഘടിപ്പിക്കുന്ന രീതിയാണുള്ളത്. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാതെ പോലും മന്ത്രിയുടെ പേരും ചിത്രവും ഉപയോഗിച്ച് നോട്ടീസൊക്കെ അടിച്ചതിന് ശേഷമായിരിക്കും ഈ മന്ത്രിയുടെ ഓഫീസിനെ ഇത് അറിയിക്കുക. അത്തരത്തിലുള്ള നിലപാടാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തൃശ്ശൂരിൽ തുറന്നു വരുന്നത്. അതേ നിലപാട് തന്നെ, അത്തരം പ്രവൃത്തി തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. മന്ത്രിയുടെ ഓഫീസിനെയോ മന്ത്രിയെയോ അറിയിക്കാതെ ഒരു കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം കൂടി തൃശ്ശൂരിൽ അല്പസമയത്തിനകം നടക്കാൻ പോകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളും വരും ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് തന്നെ, അതായത് തൃശ്ശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് അല്പം മുമ്പ് അറിയിച്ചത് ഇത് MP-നെ തേജോവധം ചെയ്യാൻ, അല്ലെങ്കിൽ MP-യുടെ പ്രവർത്തനം മോശമെന്ന് പൊതുജനത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഇതിന് പിന്നിൽ നിന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധവും വലിയ പ്രതിരോധവുമായിട്ട് BJP രംഗത്ത് വരികയാണ്. സാനു, ഇതെന്ത് പദ്ധതിയാണെന്ന് കൂടി വിശദമാക്കാമോ? കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ 135 കോടി രൂപയുടെ പദ്ധതി, അത് ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുക? സാനു, തീർച്ചയായിട്ടും ഇത് തൃശ്ശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 135 കോടി രൂപയാണ് ഇതിൽ അനുവദിച്ചിട്ടുള്ളത്. അതായത് KSEB അല്ല, പകരം തൃശ്ശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗമായിട്ട് മറ്റൊരു സംവിധാനമാണുള്ളത്. അത് കോർപ്പറേഷന് കീഴിലെ മാത്രം ഒതുങ്ങിക്കൂടുന്ന മറ്റൊരു സമാന്തരമായിട്ടുള്ള വൈദ്യുതി വിഭാഗമാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, അതിന്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ 135 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അത് തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ മേഖലയിലേക്കും അതിന്റെ ഗുണങ്ങളെത്തുന്ന ഒരു പദ്ധതിയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലടക്കം കേന്ദ്ര സർക്കാർ BJP മുന്നോട്ട് വെച്ചിരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ RDSS പദ്ധതിക്ക് വേണ്ടി പണം അനുവദിക്കും, അതിനുവേണ്ട നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ അറിയിച്ചിരുന്നതാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ 135 കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കമാകുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം റവന്യൂ മന്ത്രി K രാജൻ പങ്കെടുക്കുന്നുണ്ട്. മേയർ MK വർഗീസ് ഉണ്ട്. MLA ആയിട്ടുള്ള P ബാലചന്ദ്രൻ അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നാണ് MP-നെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള MP-നെ ഒഴിവാക്കിയിട്ടുള്ളത്. തീർച്ചയായും തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ സമഗ്ര വൈദ്യുതി പുനരുദ്ധാരണത്തിന് കേന്ദ്രം അനുവദിച്ചത് 135 കോടി രൂപയാണ്. പക്ഷേ ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതിനെതിരെ തൃശ്ശൂരിൽ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.